ഹലോ എവരിവൺ, ഐ ആം ശ്രീ വിശാഖ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് MCS 225 ആണ് കോഡും. അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പോൾ നിങ്ങൾ MCS സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ +2 ലെവലിലെങ്കിലും പഠിച്ചിട്ടുണ്ടാവാം. ഐ തിങ്ക് ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസി പൊതുവെ നിങ്ങൾക്ക് ഒരു പുതിയ സബ്ജക്ട് ആവാനാണ് മെജോറിറ്റി ചാൻസ് ഉണ്ടാവുക. അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്റെ ഡിഫറെന്റ് പേപ്പർ സബ്ജക്ട്. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ആദ്യം നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അക്കൗണ്ടൻസി വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അക്കൗണ്ട്സി വളരെ ഈസിയാണ്. നമ്മൾ ഒരുപാട് തലവഹിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനാകാവുന്ന ഒന്നാണ്. അയ്യോ എനിക്ക് മാത്സ് അറിയില്ല, എനിക്ക് അതറിയില്ല, ഇതറിയില്ല, ഇതിനകത്ത് വലിയ മാത്തമാറ്റിക്സിന് ഇന്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ ഒന്നുമില്ല. വെറും സിമ്പിൾ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻസ് അതൊക്കെ മാത്രമേ അതിനകത്ത്, മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നും അക്കൗണ്ട്സ് വരുന്നില്ല. അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കുറച്ച് തിയറീസ് മാത്രമേ പഠിക്കാനുള്ളൂ. വേറെ ഒന്നും ഇതിനകത്ത് നിങ്ങൾക്ക് തലവഹിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ സബ്ജക്ട് നിങ്ങൾ പേടിക്കേണ്ട, അയ്യോ ഇത് ഞങ്ങൾ കൂടെ പഠിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയേ വേണ്ട. ഇതെന്താണ് വളരെ എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാവുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. എന്താണ് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ എന്താണ് അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? അക്കൗണ്ട്സ് നമ്മുടെ ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക. ഓക്കെ, അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. അതൊക്കെയാണ് ഈ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ അക്കൗണ്ടൻസി, ഇപ്പൊ ഞാൻ എന്റെ കുറച്ച് ബിസിനസിന്റെ ക്യാഷ് ട്രാൻസാക്ഷൻസും മറ്റു ട്രാൻസാക്ഷൻസും എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അല്ലേ, ഇപ്പൊ എനിക്കൊരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെന്ന് വെക്കുക. ആ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബിസിനസ്സിലെ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. ബിസിനസ് അകത്തേക്ക് വരുന്ന നിങ്ങളുടെ പർച്ചേസ് ആയാലും സെയിൽ ആയാലും ഇതെല്ലാം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നെങ്കിൽ അതെന്താണ്? അത് അക്കൗണ്ടൻസിയാണ്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിലെ ഫണ്ട് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, നിങ്ങൾ എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ഏതൊക്കെ ഷെയറുകൾ വാങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയറുകൾ എങ്ങനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഏതിലൂടെ നോക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിലൂടെ എന്ത് ചെയ്യുന്നത് ശ്രദ്ധിക്കും. നമുക്ക് ഓരോ പോയിന്റ് നോക്കാം. എൻഷുർ ആക്യുറേറ്റ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻ. എന്ത് ചെയ്യുന്നു? അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രത്യേകം ധരിക്കുന്നത് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആക്യുറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുന്നു. ഇൻവോൾവ് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗിനായിട്ട് എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, അക്കൗണ്ടൻസിയിലും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ ഇന്റർപ്രിട്ടേഷൻ. അത് ഇന്റർപ്രറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഫ്യൂച്ചറിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസിനെ കൊണ്ടുപോകാൻ സാധിക്കും, നമുക്കിത് എങ്ങനെ നമ്മുടെ ഗ്രോത്തിലേക്ക് എന്ത് പോസിബിലിറ്റി ആണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഹെൽപ്സ് ഇൻ എൻഷുറിംഗ് ആൻ ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത്. ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഗ്രോത്തും എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുന്നു. ബ്ലെൻഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് വിത്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിക്കലർത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അക്കൗണ്ടൻസി എനിക്കുണ്ട്, ഓക്കെ, പെർഫെക്റ്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എനിക്ക് നല്ലതല്ല, എങ്കിൽ കാര്യമില്ല. എനിക്ക് അക്കൗണ്ടൻസി ഒട്ടും ബെറ്റർ അല്ല, പക്ഷെ നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, അതും കാര്യമില്ല. രണ്ടും പ്രോപ്പർ ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഒരു ബിസിനസിനെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ റൺ ചെയ്യിക്കാൻ സാധിക്കൂ. എനേബിൾ എഫക്റ്റീവ് പ്ലാനിംഗ്, കൺട്രോൾ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ എഫക്റ്റീവ് പ്ലാനിംഗ്, കൺട്രോൾ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുന്നു, ഇതിന്റെ എല്ലാം കൺട്രോൾ ഉണ്ട്, ഇതിന്റെ എല്ലാം എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, ഇതെല്ലാമാണ് ഇതിനകത്ത് എന്ത് എനേബിൾ ചെയ്യുന്നത്? ഈ അക്കൗണ്ടൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എനേബിൾ ചെയ്യിക്കുന്നത്. ഇനി എന്താണ് അക്കൗണ്ടൻസ് നോക്കാം. സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ് ആൻഡ് പ്രസന്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നു ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ ചെയ്യുന്നു. റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ റെക്കോർഡ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും അതിന് ഓരോരോ ഏരിയകളുണ്ട്. ഫോർ എക്സാമ്പിൾ, റെക്കോർഡ് ചെയ്യാൻ എന്താണ്? നമുക്ക് ജേണൽ വോച്ചേഴ്സ്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു ബുക്സ് ഓഫ് അക്കൗണ്ട് ഉണ്ട്, അതിനെ ജേണൽ വോച്ചർ എന്ന് പറയാം. ഓക്കെ, ആ ജേണൽ വോച്ചർ ഞാൻ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നു. അതിനെ ഓരോ ലെഡ്ജർ അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ഓരോ ഹെഡ് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ഓരോ ലെഡ്ജറിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നു. ആ ക്ലാസിഫൈ ലെഡ്ജറിന് ഒരു ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് അക്കൗണ്ട്, അങ്ങനെ ഓരോ ഞാൻ സമ്മറൈസ് ചെയ്ത് വെക്കുന്നു. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രസന്റ് ചെയ്യുന്നു. ഇതാണ് ഇതിൽ ചെയ്യുന്നത്, അക്കൗണ്ടൻസിയിൽ ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതൊക്കെ എന്തിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന, റെക്കോർഡ്, സമ്മറൈസ്, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, ലെഡ്ജർ, ട്രയൽ ബാലൻസ് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഒരു നമുക്കൊരു കണക്ക് സാധനം കിട്ടി, ഞാൻ അതിനെ എന്ത് ചെയ്തു? എഴുതി പ്രോപ്പറായിട്ട് ഒരു പേപ്പറിൽ ഞാൻ എഴുതി വെച്ചു. അതിൽ കുറെ ഹെഡുകൾ ഉണ്ടാകും. ആ ഹെഡുകളെ ഞാൻ എന്ത് ചെയ്തു? ഒരു കോമൺ ഹെഡിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഒരു ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒറ്റ ഒരു കോളത്തിനകത്ത് ഞാൻ കൊണ്ടു ഒരു കോളത്തിൽ ബാലൻസ് ചെയ്ത് വെച്ചു.
അത് വെച്ച് എനിക്ക് എന്ത് ചെയ്യും, ഒരു 3-4 റിപ്പോർട്ടുകൾ ഞാൻ എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഇതാണ് അക്കൗണ്ടൻസിയിൽ ചെയ്യുന്നത്. അത് നമ്മൾ ഓരോ പേരിലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, ജേണൽ എൻട്രി ഉണ്ട്, ലെഡ്ജേഴ്സ് ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഈ 5 ഘടകങ്ങളാണ്, ഈ 5 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്, നമ്മുടെ അക്കൗണ്ടൻസിയിൽ മെയിൻ ആയിട്ടുള്ളത്. ഈ 5 കാര്യങ്ങളെ പഠിച്ചെടുക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പ്രൊവൈഡ് ക്ലിയർ പിക്ചർ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ. ഒരു ഫിനാൻഷ്യൽ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസിന്റെ ഒരു ക്ലിയർ പിക്ചർ ഓഫ് പൊസിഷൻ നമുക്ക് എന്ത് ചെയ്തു, അക്കൗണ്ടൻസിലൂടെ നമുക്ക് കിട്ടും. യൂസ് കീ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്, MIS റിപ്പോർട്ടിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ 3 സ്റ്റേറ്റ്മെന്റുമാണ് ഒരു ബിസിനസിന്റെ എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എൻഷുർ ആക്യുറസി ആൻഡ് കംപ്ലയൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. നമുക്കൊരു ആക്യുറസി ഉറപ്പുവരുത്താൻ, നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പോകുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഉറപ്പുവരുത്താം. എംപ്ലോയീസ് ടൂൾ ലൈക്ക് റേഷ്യോ അനാലിസിസ് ആൻഡ് ട്രെൻഡ് അനാലിസിസ്. കുറച്ച് റേഷ്യോസ് ഒക്കെ നമുക്ക് കൊണ്ട് പഠിക്കാനായിട്ട്, ആ റേഷ്യോസിനെ കുറിച്ചും കുറച്ച് ട്രെൻഡ് അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ആ ട്രെൻഡുകളെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ട്. 1 സെക്കൻഡ്. ഓഫർ വാല്യുബിൾ ഇൻസൈറ്റ്സ് ഫോർ മാനേജ്മെന്റ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ മാനേജ്മെന്റും ഇൻവെസ്റ്റേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരു വാല്യുബിൾ ഇൻസൈറ്റ്സ് അവർക്ക് എന്ത് ചെയ്യുന്നു, അവർക്കെല്ലാം മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു ബിസിനസ്സുകാരനെ, അയാൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ്സുകാരനായ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് ലോൺ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ കൊടുക്കാൻ പറയും. ആ ബാലൻസ് ഷീറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് മനസ്സിലാവും ആ ഫിനാൻഷ്യൽ ഈ ഒരു കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെയാണ്, ഇത് കൊള്ളാമോ, ഇവർക്ക് ലോൺ കൊടുത്താൽ നമുക്ക് പ്രയോജനപ്പെടുമോ എന്നൊക്കെ എന്ത് ചെയ്യും, നമുക്ക് അക്കൗണ്ടൻസിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നോക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഫോക്കസ് ഓൺ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾ. ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനിങ് കൺട്രോളിംഗ് എന്ത് ചെയ്യുന്നു, നടത്തുന്നു. ഇതിനെ നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായി പ്ലാൻ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. എന്തൊക്കെ ഏരിയാസ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ്, ഡിവിഡൻഡ് പോളിസി ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഈ 4 കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിനെ കുറിച്ചുണ്ട്, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, ബിസിനസിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ, ഇക്വിറ്റി മാത്രമാണോ ഡെറ്റ് ആണോ അങ്ങനെയൊക്കെ ഉള്ളത്. ഡിവിഡൻഡ് പോളിസി, എങ്ങനെ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യണം, അതിന്റെ പല തിയറീസ് ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ക്യാഷ്, റിസീവബിൾസ്, ഇൻവെന്ററീസ്, ഇതിന്റെ ഒരു പ്രോപ്പർ കൺട്രോളിംഗ് ആണ് ഇത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ള ഏരിയകൾ എന്ന് പറയുന്നത്. എൻഷുർ സ്മൂത്ത് ബിസിനസ് ഓപ്പറേഷൻസ് ത്രൂ എഫക്റ്റീവ് റിസോഴ്സസ്. നമ്മുടെ ഒരു ബിസിനസ് എഫക്റ്റീവ് റിസോഴ്സ് വെച്ച് ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യിക്കുന്നു. വർക്ക്സ് വിത്ത് അക്കൗണ്ടൻസുമാർ ചേർന്നാണ് വർക്ക് ചെയ്യുന്നത്. എയിംസ് അറ്റ് എൻഷുറിംഗ് പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി ആൻഡ് ലോങ് ടേം സ്റ്റെബിലിറ്റി. എന്തൊക്കെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി എൻഷുർ ചെയ്യിക്കുന്നു, ലിക്വിഡിറ്റി എൻഷുർ ചെയ്യിക്കുന്നു, ലോങ് ടേം സ്റ്റെബിലിറ്റി എന്ത് എൻഷുർ ചെയ്യുന്നു. ഇപ്പോൾ ഓരോ ചില വേർഡുകൾ നിങ്ങൾക്ക് പല വേർഡുകളും പുതിയതായിരിക്കാം. ഓക്കെ, മിക്കവാറും ഇതിനകത്ത് കാണുന്ന എല്ലാ വേർഡ്സും നിങ്ങൾക്ക് ഒരു പുതിയ വേർഡുകളാണ്, ഫെമിലിയർ ആയിട്ടുള്ള വേർഡുകളല്ല, നിങ്ങൾക്ക് ഇതെല്ലാം ന്യൂ ആണ്. അപ്പൊ ഇത് ഓരോന്നും നിങ്ങൾ കേട്ട് എന്ത് ചെയ്യേണ്ട, തല പോയിക്കേണ്ട, പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ബേസിക്സ് മുതലാണ്, നമുക്കൊരു ബിൽഡിംഗ് കെട്ടുമ്പോൾ അതിന്റെ അടിത്തറ കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതുപോലെ അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ബേസിക്സ് മുതലാണ് നിങ്ങൾ പഠിച്ചു പോകാനുള്ളത്. ആ ബേസ് ക്ലിയർ ആക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു പോകും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ MCA ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി ചെന്ന് കഴിഞ്ഞു, അവിടെ നിങ്ങളുടെ അണ്ടറിൽ അക്കൗണ്ട്സ് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു നോളജ് വെച്ച് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സബ്ജക്റ്റിലേക്ക് ആദ്യം കടക്കാം. സബ്ജക്റ്റിനെ കുറിച്ച് ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. നമുക്കൊരു 4 മൊഡ്യൂളുകളായിട്ടാണ് ഈ ഒരു സബ്ജക്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അക്കൗണ്ടിംഗ് സിസ്റ്റം, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഡിസിഷൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അപ്പോൾ 2 ചാപ്റ്റർ അക്കൗണ്ടൻസിയും 2 ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ അക്കൗണ്ട് സിസ്റ്റത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണ് അക്കൗണ്ടിംഗ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസ്, അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ബേസിക് അക്കൗണ്ടിംഗ് പ്രോസസ്, പ്രിപ്പറേഷൻ ഓഫ് ജേണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ്. അപ്പോൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് തിയറിയാണ്. 3-ാം ചാപ്റ്ററിൽ തിയറി പ്ലസ് പ്രോബ്ലം ആണുള്ളത്. പേടിക്കേണ്ട കാര്യങ്ങൾ എളുപ്പമായിട്ടുള്ളതാണ്. നമുക്ക് അതിനെ ഓരോ എന്ത് ചെയ്യാൻ പഠിച്ചു പോകാം. 2ാമത്തെ ചാപ്റ്റർ ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ അണ്ടർസ്റ്റാൻഡിംഗ് അനാലിസിസിനെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. അതിനകത്തൊരു 4 മൊഡ്യൂളുകളുണ്ട്. പ്രിപ്പറേഷൻ അനാലിസിസ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റുമാണ് അതിനകത്തുള്ളത്. ഫൈനൽ അക്കൗണ്ട്സ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻസ്, ദാറ്റ് മീൻസ് ക്യാഷ് ഫ്ലോ. നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പറയാനുണ്ട്. റേഷ്യോസ്, കുറേയധികം റേഷ്യോസ് നമുക്ക് പഠിക്കാനുണ്ട്. കറണ്ട് റേഷ്യോസ്,
ലിക്വിഡിറ്റി റേഷ്യോസും ആക്ടിവിറ്റി റേഷ്യോസും ലിവറേജ് അങ്ങനെ കുറെ റേഷ്യോസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. റീഡിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ റീഡിംഗും ഇന്റർപ്രിട്ടേഷനും. ഓക്കെ, ഈ ഒരു 4 മൊഡ്യൂളുകളാണ് നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് രണ്ടാമത്തെ ബ്ലോക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് മനസ്സിലാക്കാൻ. മൂന്നാമത്തെ മൊഡ്യൂൾ പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഡിസിഷൻസ്, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ പഠിക്കാനുണ്ട്, ടൈം വാല്യൂ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സ്, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ്, അങ്ങനെ 5 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഈ മൂന്നാമത്തെ ബ്ലോക്ക് ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടോ എന്ന് പറഞ്ഞാൽ തലവഹിക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട. സബ്ജക്റ്റിനെ പേടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഒരിക്കലും പഠിക്കാൻ നിൽക്കുന്നത്. പേടിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ജീവിതകാലത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് പാസ്സായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർട്ടിഫിക്കറ്റ് കിട്ടത്തോളം ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഒട്ടും പേടിക്കാതെ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് പഠിച്ചു പോകാം. ഒരു പുതിയ സബ്ജക്റ്റ് ആണെന്ന് പേടി നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, വരുത്തേണ്ട കാര്യമില്ല. അടുത്ത 4ാമത്തെ ബ്ലോക്കിൽ 3 മൊഡ്യൂളുകളാണുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, അതിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ക്യാഷ് ആൻഡ് ട്രഷറി മാനേജ്മെന്റ്, റിസീവബിൾസ് മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്. ഇത് കംപ്ലീറ്റ് തിയറികളാണ്. ഇതെല്ലാം കംപ്ലീറ്റ് തിയറികളാണ്. നിങ്ങൾക്ക് സെക്കൻഡ് ബ്ലോക്ക്, രണ്ടാമത്തെ ബ്ലോക്കിൽ മാത്രമാണ് കൂടുതലും പ്രോബ്ലംസ് മേജറായിട്ട് വരുന്നത്. ബാക്കി കംപ്ലീറ്റ് നിങ്ങൾക്കാണ് തിയറി ആയിട്ടാണ്. എന്തെങ്കിലും തിയറി മാത്രം പഠിക്കരുത്, എന്ത് ചെയ്യുക, പ്രോബ്ലം കൂടെ പഠിച്ചു പോയെങ്കിൽ അക്കൗണ്ടൻസിന്റെ ബേസിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അധികം പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് എന്ത് ചെയ്യാം, മുന്നോട്ട് പോയി നമുക്ക് സബ്ജക്ട് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് പഠിച്ചു പോകാം. യാതൊരുവിധ ടെൻഷൻ വേണ്ട. എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യാനായിട്ട് ഇവിടെ ഞാനുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ട്വിറ്റർ വഴി എന്നെ കോൺടാക്ട് ചെയ്യാം. ഏത് ഡൗട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാരിഫൈ ചെയ്ത് തന്നെ പോകണം, പഠിച്ചു പോകണം. സമയമില്ല, പെട്ടെന്ന് പഠിച്ചു പോകണം. തിയറി മാത്രം പഠിച്ചുകൊണ്ട് പോകാതെ പ്രോബ്ലം കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നു, കുറച്ച് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, പ്രോബ്ലം പഠിക്കുമ്പോൾ ആ പ്രോബ്ലം കറക്റ്റ് ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ആ ക്വസ്റ്റിന്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 10 മാർക്കിന്റെ പ്രോബ്ലമാണ് ചോദിക്കുന്നതെങ്കിൽ ആ 10 മാർക്ക്, ആ പ്രോബ്ലം കറക്റ്റ് ആണെങ്കിൽ 10 മാർക്ക് അവിടെ വീഴും. തെറ്റുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും, ചെറിയൊരു മാർക്ക് അവിടെ വീഴും. പക്ഷെ തിയറി ആണെങ്കിൽ നിങ്ങൾ എത്ര പ്രോപ്പറായിട്ട് എഴുതിയാലും 10 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, അവിടെ കിട്ടില്ല. അതാണ് ഒരു പ്രോബ്ലം പേപ്പറിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒട്ടും ടെൻഷൻ അടിക്കാതെ, ഒട്ടും പേടിക്കാതെ നമുക്ക് ബേസിക്സ് മുതൽ പഠിച്ചു പോകാം. നല്ല രീതിയിൽ ആ പ്രോപ്പറായി പഠിച്ചു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒട്ടും പേടിക്കണ്ട. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് കയറുന്ന ഒരു കുട്ടി, ഓക്കെ, അയാൾക്ക് ഇപ്പോൾ ഉള്ള ഒരാളുടെ ഇപ്പൊ അത്രയും നോളജ് ഉണ്ടാവില്ല. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് കയറുന്ന കുട്ടി ആദ്യമായിട്ട് സബ്ജക്ട് പഠിക്കുമ്പോൾ അയാൾക്ക് എന്ത് ടെൻഷനാണോ ഉണ്ടാവും, അത് ടെൻഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ആൾറെഡി ഒരു ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു നോളജ് അക്വയറിംഗ് കപ്പാസിറ്റി നിങ്ങൾ വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ ഉണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. പേടിക്കാതിരുന്നാൽ മാത്രം മതി. പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് പഠിക്കുന്ന സബ്ജക്ട് മാത്രം വിചാരിച്ചു പോയാൽ മതി. പിന്നെ പേടിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റത്തില്ല. പേടിക്കാതെ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ കണ്ട കാര്യം പേടിക്കരുത്, പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ഈ സബ്ജക്ട് പഠിച്ചു പോകാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.